അല്ലാഹു 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 അല്ലാഹു. ഇന്ന് മറ്റുള്ളവരും എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുൽ ബഖറയിലൂടെ, സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിസ്ഥലമാണ്. ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെട്ടുകൊള്ളുക. എന്ന് പറയാൻ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാന്യമണികളൊക്കെ വിത്തുകളൊക്കെ നിങ്ങൾക്ക് വിള ചെയ്യാം. ഈ ആയത്തിലാണ് മറ്റേ കാസറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കൊച്ചിനെ കെട്ടിക്കൊണ്ട് പോയിട്ട് ഖുർആനായത്ത് അമൽ ചെയ്യാൻ പോണ ഈ കാസറ്റ് പാശ്ചാത്യന്മാര് തൊടുത്തുവിട്ട ഈ ഒരു നികൃഷ്ടമായ ഏർപ്പാടുകൾ മുസ്ലിം സമുദായമേ നമുക്കത് അംഗീകരിക്കാവുന്നതല്ലാതെ അത് മൃഗത്തിന്റെ പണിയാണത്, അത് മൃഗീയതയാണത്, അത് സംസ്കാര ശൂന്യരുടെ പണിയാണത്. നമുക്ക് നമ്മുടെ ഭാര്യമാരുമായി നല്ല നിലയിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും വഴികളും പരിശുദ്ധ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ പോകാത്തവരും പഠിക്കാത്തവരും അതുകൊണ്ട് നിസാഉകും ഹർസുൻ ലക്കും എന്ന് പറയുന്നതിന് മുമ്പ് സ്ത്രീകളുമായുള്ള ബന്ധപ്പെടൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ഒരു ഇബാദത്താണ്. സ്ത്രീകളുമായുള്ള ശാരീരിക ബന്ധം ഇബാദത്താണ്, സദഖയാണ്. 2 രൂപ വക്കത്തീരെന്ന് പറയുന്ന വലിയ പാടാണ്, നമുക്ക് പിടിക്കും പോക്കറ്റിൽ. ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രാവശ്യം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സമയവും أبي رضي الله عنه رپورٹ جينا حديث കാണാം. قال النبي صلى الله عليه وسلم وفي بضع أحدكم صدقة. നിങ്ങളുടെ ഭാര്യമാരുടെ മാംസക്കട്ടയിൽ സദഖയുണ്ട്. ഭാര്യമാരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നത് സദഖയാണ്, ധർമ്മമാണ്. സഹാബാക്കൾ കേട്ട മാത്രയിൽ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹവതഹു അയകൂന ലഹു അജ്റുൻ. നബിയേ, ഞങ്ങളുടെ സ്വന്തം ശാരീരിക ഇച്ഛയെ, ആ മോഹത്തെ ഞങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടി, ആ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ ഭാര്യയെ സമീപിക്കുമ്പോ അതിനും ഒരു കൂലിയുണ്ടോ നബിയേ? നമ്മൾ ഇന്ന് വരെ തിരക്കിയിട്ടുണ്ടോ? പെണ്ണ് കെട്ടുന്നത് ലൈംഗിക ബന്ധത്തിനാണെന്ന് പഠിച്ചിരിക്കുക നമ്മളൊക്കെ. കല്യാണം കഴിക്കണം അതിനാണ്, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞില്ല. ഭാര്യമാരുമായി ബന്ധപ്പെടൽ സദഖ. ഓരോ മിനിറ്റും, ഓരോ നേരവും, ഓരോ സമയവും സദഖ. ഇത് സദഖയോ നബിയേ? നമ്മുടെ ചെറുപ്പത്ത്, നമ്മുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഭാര്യമാരുമായി ബന്ധപ്പെടലാണല്ലോ. ആലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ പ്രവാചകൻ ഒന്നുകൂടി വിവരിച്ചു കൊടുത്തു. അറഅയ്തും ലൗ വളഅ ഫിൽ ഹറാം ലൗ വളഅ അഹദുകും ഫിൽ ഹറാമി അയകൂന ലഹു വിസ്റുൻ. നീ നിന്റെ ഇന്ദ്രിയത്തുള്ളിൽ ഹറാമായ ഒരു ഗർഭപാത്രത്തിലേക്ക് കൊണ്ടിരിച്ചാൽ അതിന്റെ പേരിൽ നിനക്ക് ശിക്ഷയുണ്ടോ എന്ന് പ്രവാചകൻ സഹാബാക്കളോട് ചോദിച്ചപ്പോ സഹാബാക്കൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട്. ഹറാമിൽ പോയിട്ട് നീ വ്യഭിചരിച്ചാൽ അതിന്റെ പേരിൽ നിനക്ക് ശിക്ഷയുണ്ടോ? ഉണ്ട്.
എങ്കിൽ ലൗ വളഅഹദുകും ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. ഹലാലായ മാർഗത്തിലൂടെ തന്റെ ഭാര്യയെ സമീപിച്ചാൽ അതിന് കൂലിയുണ്ട്. അത് സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് സദഖ ധർമ്മമാണ്. രണ്ടാമത്തെ പടി ഭാര്യയുമായുള്ള ബന്ധം ഇബാദത്താണ്, ആരാധനയാണ്, ഇബാദത്താണ്. അതുകൊണ്ടാണ് ഓരോന്നിലും നമ്മൾ ഇബാദത്ത് നമസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ അലസമായിട്ട് നമ്മൾ കാര്യം പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അലസമായിട്ട് ഖുർആൻ ഓതുമോ? നമ്മൾ സദഖ ചെയ്യുമ്പോൾ ഇങ്ങനെ ഭാര്യകൾക്ക് എറിയുമോ? ഭാര്യയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അലൈക്കും ബിൽ വഖാർ, അലൈക്കും ബിൽ വഖാർ. എല്ലാ നിലയ്ക്കും നിനക്ക് നല്ല ഗർവോടുകൂടി, ഭയഭക്തിയോടുകൂടി, ആദരവോടുകൂടി മാത്രമേ നീ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ. കാരണം അത് ഇബാദത്താണ്. എപ്പോൾ തന്റെ ഭാര്യയോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കണമെന്ന നിയ്യത്തോടുകൂടി നീ നിന്റെ ഭാര്യയെ സമീപിച്ചാൽ അത് ഇബാദത്താണ്, ആരാധനയുടെ ഭാഗമാണ്. ഇതാ നവാബി അവൻ നേരത്തെ നിയ്യത്ത് ചെയ്യുന്നു, അവന്റെ നിയ്യത്തതാണ്. ഇതാ നവാബി തന്റെ ഭാര്യയോടുള്ള കടപ്പാട് എനിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്, ആ ഹക്ക് ഞാൻ നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ഭാര്യയുമായി ഞാൻ ബന്ധപ്പെടുന്നു എന്ന നിയ്യത്തോടുകൂടി അവളെ സമീപിച്ചാൽ ഇബാദത്ത് ഇബാദത്തായി മാറും. أو معاشرة بالمعروف الذي أمر الله تعالى به. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ച പ്രകാരം ഒരു ഭാര്യയുമായി ഏത് നിലയ്ക്ക് നീ ബന്ധപ്പെടണമെന്ന്, ശാരീരികമായി ബന്ധപ്പെടണമെന്ന്, മാനസികമായി അടുക്കണമെന്ന് പരിശുദ്ധ പ്രവാചകനും അല്ലാഹുവും പഠിപ്പിച്ച് തന്ന വഴികളെ സ്വീകരിച്ചുകൊണ്ട് അവളുമായി ബന്ധപ്പെടാൻ നീ ആഗ്രഹിച്ചാൽ അതും ഇബാദത്തിന്റെ ഭാഗമാണ്. ഔ തലബ വലദിൻ സാലിഹിൻ, സാലിഹായ ഒരു കുട്ടിയെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ശാരീരിക ബന്ധമാണെങ്കിൽ യകൂനു ഇബാദത്തൻ, അത് ആരാധനയുടെ ഭാഗമാണ്. ഔ തലബ വലദിൻ സാലിഹിൻ, ഒരു കുഞ്ഞു പോരാ, സാലിഹായ സന്താനം. ഞാൻ വരുന്നുണ്ട് ട്രെയിനിലോട്ട് വരുന്നുണ്ട്. ഔ ഇഅഫാഫ നഫ്സിഹി, തന്റെ ശരീരത്തെ സംശുദ്ധീകരിക്കാൻ, പരിശുദ്ധിപ്പെടുത്താനാണ് ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനു ഇബാദത്തൻ, അത് ആരാധനയുടെ ഭാഗമാണ്. ഔ ഇഅഫാഫ സൗജതി, ഭാര്യയുടെ ഇച്ഛ പൂർത്തീകരിക്കാൻ, അവൾ പരിശുദ്ധയാവാൻ, അവൾ പതിവ്രതയാവാൻ, അവൾ ചാരിത്രബോധമുള്ളവളായി തീരാൻ, അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ യകൂനു ഇബാദത്തൻ, ആ ബന്ധം ആരാധനയുടെ ഭാഗമാണ്. ومنعهما من النظر إلى الحرام, ഹറാമായ ഭാഗത്തേക്ക് നോക്കുന്നതിൽ നിന്ന്, ഹറാമായ പെണ്ണിനെ നോക്കുന്നതിൽ നിന്ന്, ഹറാമായ പുരുഷന്മാരെ നോക്കുന്നതിൽ നിന്ന് തടയിടാനാണ്, ശീലയിടാനാണ് ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എന്ന നിയ്യത്ത് നീ കരുതിയാൽ യകൂനു ഇബാദത്തൻ, അത് ആരാധനയുടെ ഭാഗമാണ്. നോക്കണേ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട്, ഏതെങ്കിലും ഒരു ചെറുക്കനെ കണ്ട് വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല, ചിന്ത, അതിനെ കുറിച്ചൊരു വെപ്രാളവും ഒരു വല്ലാത്ത ഒരു മൂടാപ്പും എന്തോ ഒരു വല്ലാത്ത ഒരു അവസ്ഥയും ഒക്കെയായി ഇങ്ങനെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നു. ഇതിൽ നിന്ന് ഒഴിവായി തന്റെ ഇച്ഛയെ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും അതിൽ നിന്നെല്ലാം പരിശുദ്ധിപ്പെടുത്താനും വേണ്ടി ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് നീ നിയത്ത് ചെയ്താൽ ശാരീരിക ബന്ധം ആരാധനയുടെ ഭാഗമായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.